ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ വിളിച്ചിരിക്കുന്ന സസ്യ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ അപ്ലൈ ചെയ്യുക. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ നോക്കാം. സോ നമ്മുടെ കേരളത്തിലെ എത്ര വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നോക്കാം. കേരളത്തിൽ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ആണ് സെൻറ്റർ. സോ മലയാളം ലാംഗ്വേജ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതായത് ജനറൽ കാൻഡിഡേറ്റ് 153 വേക്കൻസി, ഒ ബി സിക്ക് 94 വേക്കൻസി, എസ് സിക്ക് 21 വേക്കൻസി, എസ് ടിക്ക് 2 വേക്കൻസി, അങ്ങനെ ഇ ഡബ്ല്യു എസ് 34 വേക്കൻസി. അങ്ങനെ ടോട്ടൽ നമുക്ക് കേരളത്തിൽ വന്നിരിക്കുന്നത് 334 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ എല്ലാ സംസ്ഥാനങ്ങളും എടുക്കുകയാണെങ്കിൽ 4987 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ 2 വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.mha.gov.in എന്ന വെബ്സൈറ്റും അതിനൊപ്പം തന്നെ www.lcs.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ എന്തൊക്കെ പോസ്റ്റാണ്, ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ആണ്, എത്രയാണ് ഏജ് ലിമിറ്റ് എന്നൊക്കെ. സോ വന്നിരിക്കാം ഗ്രൂപ്പ് സി എന്ന് പറയുന്നത് നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്ററിയൽ പോസ്റ്റ് ആണ്. അതായത് സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റ്. സാലറി നോക്കാം, 21,700 മുതൽ 69,100 വരെയാണ് സാലറി എന്ന് ഓർത്തിരിക്കുക. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി. 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പം നമ്മുടെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്നും പറയുന്നുണ്ട്. അതുകൂടെ ജസ്റ്റ് ഓർത്തിരിക്കാം. അതോടൊപ്പം ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു മുൻഗണന നിങ്ങൾക്ക് കിട്ടുമെന്നേ ഉള്ളൂ ഇതുണ്ടെങ്കിൽ. അതായത് ഫീൽഡ് എക്സ്പീരിയൻസ് ഇൻ ഇന്റലിജൻസ് വർക്കിൽ ഇതുള്ളവർക്ക് ഒരു മുൻഗണന കിട്ടും. അതോടൊപ്പം തന്നെ 18 മുതൽ 27 വയസ്സുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറയാം. 17/8/2025 കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പറയുന്നത്. എസ് സി എസ് ടി കാൻഡിഡേറ്റിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ, ഒ ബി സി കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നും ഓർത്തിരിക്കാം. സോ ഇനി എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമിനേഷൻ വരുന്നത് 3 ടയർ എക്സാമിനേഷൻ ആണ്. ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ 100 മാർക്കിനായിരിക്കും എക്സാം വരുന്നത്, 1 മണിക്കൂർ. സോ ടയർ 2 എന്ന് പറയുന്നത് റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും. അത് 50 മാർക്കിന് 1 അവർ ആയിരിക്കും അത് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ പിന്നെ ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അത് 50 മാർക്കിനായിരിക്കും എന്ന് ഓർത്തിരിക്കുക. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ എവിടെയൊക്കെയാണെന്ന് നോക്കാം. എറണാകുളത്തുണ്ട്, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് 3 എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കും. സോ ഇനി നിങ്ങൾക്ക് എക്സാം ഫീസ് എത്രയാണെന്ന് ജസ്റ്റ് നോക്കാം. എക്സാം ഫീസ് വരുന്നത് മെയിൽ, അതുപോലെ തന്നെ മെയിൽ തന്നെ ജനറൽ, അതുപോലെ EWS OBC കാൻഡിഡേറ്റിന് വരുന്ന എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 650 രൂപയാണ്. അതായത് 550 രൂപ നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിംഗ് ചാർജും അഡീഷണൽ പ്ലസ് എക്സാമിനേഷൻ ഫീ 100 കൂടെ കൂട്ടിയാണ് 650 രൂപ എന്ന് പറയുന്നത്. ബാക്കി വരുന്ന SC ST കാൻഡിഡേറ്റ്, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്, എക്സ് കാൻഡിഡേറ്റ് ഇവർക്കെല്ലാം എക്സാമിനേഷൻ ഫീ ആയിട്ട് വരുന്നത് 550 രൂപ മാത്രമേ ഉള്ളൂ. 100 രൂപ നിങ്ങൾക്ക് അടയ്ക്കേണ്ടതായിട്ടില്ല എന്നും നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കാവുന്നതാണ്. സോ ബാക്കി ഇതിനകത്ത് ജനറൽ ഇൻസ്ട്രക്ഷനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതോടൊപ്പം തന്നെ ഇതിനകത്തോട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. SC ST OBC EWS കാൻഡിഡേറ്റിനൊക്കെ വേണ്ട അതും ഇതിനകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കണം ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഒക്കെയാണ്. ഈ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് നോക്കാം. സോ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 26/7/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 17/8/2025. അപ്പോൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അപ്ലൈ ചെയ്യും. അതോടൊപ്പം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ ചെല്ലാൻ വഴിയാണെങ്കിലും SBI ത്രൂ ആണെങ്കിലും നിങ്ങൾക്ക് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/8/2025 ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ നോക്കുക. ഈ 2 വെബ്സൈറ്റ് ത്രൂ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. സെക്യൂരിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഇന്റലിജൻസ് ബ്യൂറോയിലാണ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ തന്നെയാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.